ഈ കിടക്കണ കിടപ്പ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവൻ മരിച്ചു എന്ന്. പക്ഷെ ഇവൻ മരിച്ചിട്ടില്ല കേട്ടാ. ഇവൻ അനങ്ങാണ്ട് സൂത്രത്തോട് കിടക്കണായിരുന്നു. ഇവൻ ഈ പുതച്ചും കൂടി കിടക്കണണ്ട. ഇത് തണുത്തട്ടാ കുറച്ചിട്ടാന്നല്ല കേട്ടാ. നമ്മൾ വെള്ളത്തിൽ നിന്ന് എടുത്തപ്പോഴേക്കും ഇവനെല്ലാ വലയും കൂടി ചുരുട്ടുകൂടി കളഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇത് കരപ്പേച്ച് എന്നിട്ട് ഞാൻ നേരെയാക്കാന്ന്. അപ്പം നിങ്ങൾക്ക് കാണുകയും ചെയ്യാം. 10,000 രൂപ മൂല്യമുള്ള ഇവനാ. നോക്കിയും കണ്ടും കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇവനെ കറി വെച്ച് നമ്മൾ തന്നെ തിന്നേണ്ടി വരും കേട്ടോ. അപ്പം ഇങ്ങനെ വരാൻ നേരത്ത് നമ്മൾ ഇവനെ കെയർഫുള്ളായിട്ട് നോക്കണം കേട്ടോ. അപ്പം ഞാൻ കുറച്ച് നേരം നോക്കി നിൽക്കേ ഇവൻ തന്നെ ഇവൻ്റെ മേത്തുള്ള ഇച്ചിരി വലകളൊക്കെ നീട്ടി തന്നപ്പോഴേക്കും ഞാൻ ഇവൻ്റെ മുതുകത്ത് കൈ പിടിച്ചിട്ട് ഇതേ ബാക്കിയുള്ള വലയും കൂടി നോക്കിയും കണ്ടൊക്കെ എടുക്കണേണ്ട. അല്ലാത്ത പക്ഷേ ഇവൻ്റെ ഒരു കൈയും കാലോ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടേണ്ട അതേ മൂല്യം ഇവൻ നഷ്ടപ്പെടുത്തി കളയോട്ടാ. അതേപോലെ നഷ്ടപ്പെടുത്തി കളയാൻ ഇവനൊരു മടിയും ഇല്ലാത്തവനായതുകൊണ്ട് തന്നെ നമ്മൾ നോക്കിയും കണ്ടും ഇവനെ കൈകാര്യം ചെയ്യണം. കണ്ട അവൻ്റെ ഗർജനം കണ്ട. ആരാടാ എന്നെ പിടിച്ചു കെട്ടിയെന്ന് വെച്ച് അവൻ ഇവനോടൊന്നും മിണ്ടിയിട്ട് ഒരു കാര്യമില്ലെന്നാന്നും പറഞ്ഞ ഒന്നും മിണ്ടാണ്ട് ഞാൻ അവനാ ദേ കണ്ട വലിച്ചു മുറുക്കി അങ്ങോട്ട് കെട്ടാൻ നോക്കി എടുക്കണേ കേട്ടാ. പിന്നെയും വിട്ടുകളഞ്ഞാൽ ഇവനോടി പിന്നെയും വലയിലോട്ട് കയറണുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇവനെ നല്ല മുറുക്കി അണ്ട പിടിച്ചേക്കണം കണ്ട. അപ്പം ഇതാണ് നമ്മുടെ പങ്കക്കാലി. അവിടെയാണ് ഇതിൻ്റെ കൂടുതൽ ഉടക്കാനുള്ള സാധ്യത. അപ്പോൾ അതെല്ലാം മാറ്റി നിർത്തി ഇതേ അവനെ ഞാൻ അങ്ങോട്ട് വലിച്ചൂരി എടുക്കാൻ നോക്കണേ കേട്ടാ. അപ്പോൾ അപ്പുറത്തെ പങ്കക്കാലിൽ ഇച്ചിരി കൊണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ പിന്നെയും ഞാൻ സൂക്ഷ്മതയോടെ എടുക്കണേ കേട്ടാ. അപ്പം അങ്ങനെ അവനെ ഞാൻ ലോക്ക് ചെയ്തിട്ട് ഇതേ മറിച്ചും തിരിച്ചങ്ങോട്ട് എടുക്കാൻ പോണേ കേട്ടാ. ഓഫ് കണ്ട നിന്നെ ഞാൻ കൊല്ലോടാന്നും പറഞ്ഞിട്ടാണ് അവൻ വായം പൊളിച്ച് എൻ്റെ നേരെ നീട്ടി നിൽക്കണം. പക്ഷേ ഞാൻ വിടോ, നമുക്ക് ഇന്നത്തുള്ള ആഹാരമല്ലേ. പക്ഷെ അവൻ കുറേ തലകുത്തി മറിഞ്ഞ് വിടാനും പിടക്കാനും എല്ലാത്തിനും നോക്കി. പക്ഷെ ഞാനൊട്ടും വിട്ടുകൊടുക്കാത്തത് കൊണ്ട് തന്നെ അവനും ഒട്ടും എനിക്ക് വിട്ടു തന്നില്ല കേട്ടാ. പിന്നെ ഇച്ചിരി വടംവലി അങ്ങാട്ടും ഇങ്ങോട്ടും വലിച്ച് നോക്കി. ആഹാ ഈഹ് ഓഹോ ആഹാ എന്നാൽ പിന്നെ എനിക്കൊന്ന് കാണണോടാന്നും പറഞ്ഞിട്ട് ഞാനും പിടിച്ചങ്ങോട്ട് വലിക്കാൻ തുടങ്ങി. അവസാനം അവൻ സഹി തന്നിട്ട് വിട്ട് തന്നിട്ടാ. വിട്ട് തന്നപ്പോൾ തന്നെ അവനെ സേഫോട് കൂടി ഞാനൊരു സ്ഥലത്ത് മാറ്റി വെച്ചിട്ട് കണ്ട അവൻ്റെ കൈയും കാലും വലിച്ചു കെട്ടാൻ നോക്കിയേട്ടാ. ഇങ്ങനെ കിട്ടിയില്ലെങ്കിൽ അവരെടുക്കൂല. അങ്ങനെ ഞാനൊരു ചാക്കോള്ളി നീളത്തിൽ മടക്കി പിടിച്ച് ചവിട്ടി പിടിച്ച് മായയും കൂടി മടക്കി കെട്ടി അങ്ങാണ്ട് ചുരുട്ടിക്കൂട്ടി എടുക്കാൻ നോക്കിയേട്ടാ. എന്താണെന്നറിയാൻ പാടില്ല. ഇച്ചിരി നേരം അവൻ ഭയങ്കര ഗൗരവം കാണിച്ചെങ്കിലും ഇപ്പം ഇച്ചിരി അവൻ കൂളായിട്ടുണ്ട് കേട്ടാ. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് അങ്ങനെ വലിച്ചു കെട്ടാൻ നോക്കിയേട്ടാ. കെട്ടണത് കാണുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നിയെങ്കിലും കെട്ടിത്തുടങ്ങുമ്പോഴാണ് നമുക്ക് അതിൻ്റെ അവസ്ഥകളും ഡിഫിക്കൽട്ടൊക്കെ മനസ്സിലാവണം കേട്ടോ. അതുകൊണ്ട് അവനെ ഞാൻ അവിടെ ലോക്കാക്കി വെച്ചിട്ട് മറച്ച് വെച്ച് പുറകിലാണ് ഇതിൻ്റെ കെട്ട് വരേണ്ടത് കേട്ടോ. അങ്ങനെ അവൻ്റെ പുറകിലും കൂടി ഒരു കെട്ടിട്ടിട്ട് അങ്ങോട്ട് സേഫായിട്ട് നിർത്തി നേരെ കൊണ്ടുപോയി ഒരു പക്കലിട്ടിട്ടാ. ഇനി അടുത്ത ആലോചന ഇവനെ കൊണ്ടുപോയി വിൽക്കണമല്ല എന്നാണ്. അപ്പം നേരെ ഇവനെ അങ്ങോട്ട് ഞാൻ അത്തൊന്നും താമസിക്കാണ്ട് നമ്മൾ ഇവനെ സെയിൽ ചെയ്യണം കേട്ടോ. അല്ലാതെ നമ്മുടെ കയ്യിൽ ഇവനെ വെച്ച് വൈകിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അത്ര രൂപ നമുക്ക് നഷ്ടമായതുകൊണ്ട് തന്നെ പടപടേന്നായിരിക്കണം എല്ലാ കാര്യങ്ങളും കേട്ടോ. അപ്പോൾ അവൻ ഏകദേശമൊക്കെ കെട്ടിക്കഴിഞ്ഞ് ആഹാ അടിപൊളി ചെമ്പൻ സാധനം.